വൽ ഹിക്മ. ആ ആയത്തിന് മുസ്ലിം ഉമ്മത്തിൽ എന്ത് വിലയുള്ളത്? ഞാൻ ഇവിടുത്തെ മുസ്ലിം സംഘടനകളോട് ചോദിക്കണം. ആ ആയത്ത് സൂറത്ത് അഹ്സാബിലുള്ള 33-ാമത്തെ അധ്യായത്തിലെ 34-ാമത്തെ വചനം ഞാൻ യുവാക്കളോട് പറയണേ. നിങ്ങൾക്ക് പ്രതീക്ഷകളുണ്ടാ പറയണേ. യുവാക്കളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുണ്ടാ പറയണേ. വദുക്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാതില്ലാഹി വൽ ഹിക്മ. നിങ്ങളുടെ ഭവനങ്ങളിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനും സുന്നത്തും ഓർക്കാൻ. ഖുതുബിയത്തും ഖുതുബാത്തും മൊയ്തീമാലയും മഞ്ഞക്കുളമാരെയും ഓർക്കാനല്ല. നിങ്ങളുടെ ഭവനങ്ങളിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനും സുന്നത്തും ഓർക്കുക. ഖുർആനിലെ 33-ാം അധ്യായം 34-ാമത്തെ വചനം അതാ നമ്മളോട് പറഞ്ഞേ. നിങ്ങളുടെ ഭവനങ്ങളിൽ പാരായണം ചെയ്യപ്പെടേണ്ടത് ഖുർആനും സുന്നത്തുമാണ് അല്ലേ? എവിടെ എത്തി നിൽക്കുന്ന യുവാക്കളെ? സ്നേഹപൂർവ്വം നിങ്ങളോട് പറയാൻ. എത്ര മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വയ്ക്കണ്, നടുറോട്ട് കിടന്ന് എന്തൊക്കെ. ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ പോലും മുസ്ലിം നാമധാരികളായ ചില ആളുകൾ ജയിച്ചപ്പോ കാസർഗോഡ് ജില്ലയിലൊക്കെ കാണിച്ച ഏരപ്പത്തലുണ്ടല്ലോ, തോന്നിയാസം. ഒരു ഉത്തമ സമുദായത്തിന് നിരക്കാത്ത വൃത്തികേട് അത് ഈ ഉമ്മത്തിന് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടില്ല. എന്ത് സംശയങ്ങൾക്ക്? ഒരു പ്രവാചകൻ വന്ന് ശുദ്ധീകരിച്ചിട്ടില്ലാത്ത അമുസ്ലിങ്ങൾക്ക് പോലും അത് ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുണ്ടോ? ഞാൻ വെറുതെ പറയല്ല. കല്യാണ വീട് മാത്രം പരിശോധിച്ചു. ഞാൻ യുവാക്കളോട് പറയുന്നത്, കല്യാണ വീട്ടിലെ മുസ്ലിം ചെറുക്കന്മാര് ചെയ്യുന്ന പോലൊരു തോന്നിയാസം, ഒന്നുകൂടെ പറഞ്ഞ ചെറ്റത്തരം ലോകത്തെ ഏത് മതവിഭാഗ ചെയ്യണ? ഒരു ഖുർആൻ കിട്ടിയിട്ടില്ല ഇവിടുത്തെ ഹൈന്ദവർക്ക്. ഒരു പ്രവാചകൻ വന്നവരെ ശുദ്ധീകരിച്ചിട്ടില്ല. ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ ഒരു സൗഭാഗ്യം ഉണ്ടായിട്ടില്ല. ഈ സൗഭാഗ്യം ഉണ്ടായ ഉമ്മത്തിൽ, അതായത് 500 പട്ടാളക്കാര് നിന്നാലേ ഒരു വീട്ടിൽ കല്യാണം നടക്കുന്നുള്ളല്ലേ ഇപ്പോ? അല്ലേ? ഇവിടെ ചിന്തിച്ചു, ആലോചിച്ചു. 500 പോലീസുകാർ AK-47 ആയിട്ട് നിന്നാലേ ഒരു ഒരേ കല്യാണം നടക്കും. അവിടെ ചെറുക്കന്റെ കൂടെ വരുന്ന ചട്ടമ്പികളില്ലേ, നാക്കവലയിൽ നിന്ന് ജീവിച്ച് മരിക്കേണ്ട സൈസ്, ആ ആളുകൾ ഉണ്ടാക്കുന്ന തോന്നിയാസത്തിന് അതിലുണ്ടോ? ഒരു കല്യാണ വീട്ടിൽ ഒരു വലിയ സംഭവം ഉണ്ടായി. ഒന്നും നോക്കിയില്ല, കൂട്ടത്തിൽ ഞാൻ ഒറ്റടി. എന്താ കാരണം? നിങ്ങൾ ആലോചിച്ചോ? സംസ്കാരമില്ലാത്ത ഒരു സമൂഹത്തെ ഇവിടെ വളർന്നു വരുന്നുണ്ട്. അവർക്ക് മതമില്ല, ജാതിയില്ല, പ്രവാചകനില്ല, പേര് മുസ്ലിമിൻ്റെതാണ്. കോല മുസ്ലിമിന്റെ അല്ല, ഓന്റെ മുടി മുസ്ലിമിൻ്റെതല്ല, ഓന്റെ ഡ്രസ് മുസ്ലിമിൻ്റെതല്ല. അതേതോ സിനിമാ നടിയുടെ, നടന്റെ ആരോ അനുകരണം അല്ലേ? അല്ലാത്ത വേറെന്താ? സ്വന്തമായി ഒരു വ്യക്തിത്വം പോലും ഇന്നത്തെ യുവാക്കൾക്കുണ്ടോ? മക്കളെ ശരിക്കും ആലോചിച്ച് നോക്ക്. സ്വന്തമായിട്ട് ഒരു ഡ്രസ് കോഡ്, മമ്മൂട്ടി ഡ്രസ് ഇട്ട പോലെ, കുഞ്ചാക്കോ ബോബൻ ഇട്ട പോലെ, കാവ്യമാധവൻ അണിഞ്ഞ പോലെ, സ്വന്തമായിട്ട് നിനക്കെന്താ വ്യക്തിത്വം? നിനക്കെന്താ വ്യക്തിത്വം? ആണായി പറഞ്ഞത് എന്തിനാ? സ്വന്തമായിട്ടൊരു ശൈലി, സ്വന്തമായിട്ടൊരു ജീവിതം, സ്വന്തമായിട്ടൊരു ഡ്രസ് കോഡ്. ആരോ മുടി ഇങ്ങനെ ആക്കിയാ പിന്നെ മുടി ഇങ്ങനെ, മോളേക്ക് ഇങ്ങനെ ആയി, പിന്നെ ഇങ്ങനെ, എന്നിട്ട് തളപ്പിട്ട് കയറി അതിന്റെ മോള് എന്താ ജെല്ലിയോ കില്ലിയോ? ഓന്റെ മുടിയോണ്ട് കുത്തിയാല് ഒരുത്തൻ മലന്ന് താഴെ പോകും. ആ സൈസ് ആലോചിച്ചു. ഞാൻ വെറുതെ പറയാ, ഓന്റെ മുടിയോണ്ട് കുത്തിയ കാള കുത്തിയ മൈനോ പുറത്തേക്ക്. കാരണം അങ്ങനെ കൂർപ്പിച്ച് വെച്ച അങ്ങനെ ഒരു നല്ല തളപ്പൊക്കെ ഉണ്ടെങ്കിൽ കയറാം. ഈ സൈസ് സാധനങ്ങൾ ഈ ഭൂമിയിൽ വളർന്നു വരുന്നത് എന്തുകൊണ്ടറിയോ? അവർക്ക് മതം കിട്ടിയിട്ടില്ല, വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല, ഒരു പോണ മഹലിന്നോ ഒത്തിരി കിട്ടിയിട്ടില്ല. അത് വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട വിഷയം. അവർക്ക് കിട്ടിയിട്ടില്ല. അത് കിട്ടാത്ത കാലത്തോളം ഒരു ജനത നന്നാവൂല. അത് കിട്ടിയ ഒരു ജനത നന്നാവും. അത് കിട്ടാൻ എന്താ വഴി? അതാണ് ഇങ്ങനത്തെ പ്രഭാഷണങ്ങളെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് ഒന്നാമതായി എന്താ? ഖുർആൻ പഠിക്കണം. ഖുർആൻ വായിച്ചിട്ട് കരയണം. പ്രവാചകന്റെ വചനങ്ങൾ കേട്ട് കരയണം. സഹാബത്തിന്റെ ജീവിതം കേട്ട് കരയണം. അതിന് നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കേണ്ടത് അറിയാം, എന്താണ് യുവത്വം? മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും ഹൈറായ കാലഘട്ടം അതാണല്ലോ യുവത്വം. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും ഹൈറായ കാലഘട്ടം. ചടുലമാണ് അവന്റെ ജീവിതം. ഓടാനും ചാടാനും ഇരിക്കാനും മരക്കൊമ്പിലേറാനും നീന്താനും അങ്ങനെ തുടങ്ങി എന്തൊക്കെ പോസിറ്റീവായ കാര്യങ്ങളുണ്ടോ അതൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു കാലഘട്ടം. എന്നാൽ ഇന്നത്തെ യുവത്വത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു. രാഷ്ട്രീയക്കാരുടെ ചട്ടുകമാകുന്ന യുവത്വം, മതസംഘടനകളുടെ ചട്ടുകമാകുന്ന യുവത്വം, എല്ലാ ആളുകളും യുവാക്കളെ ചൂഷണം ചെയ്തിട്ടുണ്ട് അല്ലേ? യുവാക്കൾക്ക് തിരിച്ചേൽപ്പിച്ച ഒറ്റ പ്രസ്ഥാനമാണ്. യുവാക്കൾക്ക് തിരിച്ചു നൽകിയ, യുവത്വം ആസ്വദിക്കാൻ നൽകിയ ഒറ്റ ജനപദ ഇവിടുത്തെ ISM, ദേവാസമിതിയുടെ ISM. ഓരോ യുവാവിനും ഓനെ ആസ്വദിക്കാൻ കഴിയും. ഓന്റെ ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടാവും, ഓന്റെ ജീവിതത്തിനൊരു ഗുണം ഉണ്ടാവും. ഞാൻ ഉമ്മാനെയും ബാപ്പാനെയും നോക്കുന്ന ഏറ്റവും നല്ല മോനാണ്. ഞാൻ ഭാര്യയോട് ഏറ്റവും നന്നായി പെരുമാറുന്ന ഭർത്താവാണ്. ഞാൻ മക്കളോട് ഏറ്റവും നന്നായി നിൽക്കുന്ന പിതാവാണ്. ഞാൻ അനിയനോട് ഏറ്റവും നന്നായി പെരുമാറുന്ന ജ്യേഷ്ഠനാണ്. ഞാൻ ജ്യേഷ്ഠനോട് ഏറ്റവും നന്നായി പെരുമാറുന്ന അനിയനാണ്.
ഞാൻ പെങ്ങന്മാരോട് ഏറ്റവും നന്നായി പെരുമാറുന്ന ആങ്ങളെയാണ്. അങ്ങനെ എല്ലാ രംഗത്തും പുകവലിക്കണില്ല, മയക്കുമരുന്ന് അടിമയില്ല, പാൻപറാക്കില്ല, പെപ്സി പോലും കുടിക്കണില്ല, ഒരു കള്ളും കുടിക്കണില്ല, ഒരു തീവ്രവാദത്തിന് ഓനില്ല, 5 നേരം പള്ളിയിലോ 1ാമത്തെ സഫിലോനുണ്ട്, ആ നാട്ടിലെ ജീവകാരുണ്യ പ്രവർത്തനത്തിലൊക്കെ മുന്നിലുണ്ട്. അങ്ങനെയുള്ളവനാകാൻ അതിനെന്താ വഴി ആലോചിച്ച് നോക്കുക. നമ്മൾ മനുഷ്യൻ നന്നാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നന്നാക്കി? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ജീവിച്ച കാലം, മക്കയിൽ ജീവിച്ച കാലം അല്ലാഹനെ പറ്റി മാത്രമായിട്ട് ഞങ്ങൾക്ക് പഠിപ്പിച്ചു. മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത് എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെങ്കിൽ ഈ സമൂഹം മാറുമായിരുന്നില്ല. നിങ്ങൾ മദ്യപിക്കരുത്, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല റസൂല് തുടക്കത്ത് പറഞ്ഞത്. റസൂല് അല്ലാഹനെ ശരിക്കായിട്ട് പഠിപ്പിച്ചു. അല്ലാഹനെ ശരിക്കും അവരറിഞ്ഞപ്പോ ഓരോ തിന്മയില്ലാതായി. ഓരോ തിന്മയും ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ സംഭവിക്കണ എന്താ? അല്ലാഹനെ ശരിക്കും പഠിപ്പിച്ചു കൊടുത്തില്ല, നേരെ മറിച്ച് ഔലിയാക്കളെ പഠിപ്പിച്ചു. ഔലിയാക്കളെ മാത്രം കറാമത്ത് ഇല്ലാത്ത കഥകൾ, കള്ളക്കഥകൾ അതൊക്കെ ഉണ്ടാക്കി ദർഗയുടെ പോലീശ പറയാൻ, ദർഗയുടെ മാത്തം പറയാൻ, അള്ളാന്റെ മാത്തം പറയാനോ എത്ര മൊയ്ലിയമാര് സന്നദ്ധരായി കേരളത്തിൽ? എത്ര മൊയ്ലിയമാര് സന്നദ്ധരായി? പടച്ചോന്റെ ഏകത്വം പഠിപ്പിച്ചു കൊടുക്കാൻ, പടച്ചോൻ റഹീമാണ് എന്ന സിഫത്ത് പഠിപ്പിച്ചു കൊടുക്കാൻ, വദൂദാണ് എന്ന സിഫത്ത് പഠിപ്പിച്ചു കൊടുക്കാൻ, അസീസാണ് എന്ന സിഫത്ത് പഠിപ്പിച്ചു കൊടുക്കാൻ, അള്ളാഹു ദുആ കേൾക്കുന്നവനാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ. ഇല്ല, അള്ളയും കേൾക്കും, മൊയ്തീശയും കേൾക്കും. അള്ളാഹ്ക്കുള്ളതൊക്കെ ബാക്കിയുള്ളവർക്കുണ്ട്. പിന്നെ എങ്ങനെ അള്ളാഹനെ മനസ്സിലാക്കുക? അള്ളാഹ് ഉത്തരം ചെയ്യുന്നതിനേക്കാൾ സ്പീഡിൽ മൊയ്തീശയെ ഉത്തരം ചെയ്യും. പിന്നെ എങ്ങനെ മൊയ്തീശയെ വിട്ട് അള്ളാഹുലേക്ക് എത്തുക? അള്ളാഹനെ ശരിക്കും മനസ്സിലാക്കാത്ത ഒരു സൊസൈറ്റി നന്നാവൂല. ഇനി ഞാൻ പറയുന്ന പോയിന്റ് കാതു കൂർപ്പിച്ചൊന്ന് മര്യാദയ്ക്ക് കേട്ടോളി. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുന്നില്ല ഇവിടുത്തെ എല്ലാ മുസ്ലിങ്ങളും. ഞാൻ പറയുന്ന പോയിന്റ് ശരിക്കും ശ്രദ്ധിച്ചോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലണില്ലേ ഇവിടുത്തെ മുസ്ലിങ്ങൾ എല്ലാരും? ഒരു സമസ്തക്കാരൻ, മുജാഹിദല്ലാത്ത പാരമ്പര്യ വിശ്വാസം ഞങ്ങളോടൊപ്പാണെന്ന് പറയുന്ന വ്യക്തി, ഓനും പള്ളിയിൽ നിന്ന് അഫ്ദലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പലപ്പോഴും ചൊല്ലിയിട്ടുണ്ട്. അത് ചൊല്ലിയിട്ടും പല തിന്മയും ജീവിതത്തിൽ, നിസ്കാരത്തിന് പള്ളിയിൽ വരും, ഒരുപാട് തിന്മ ചെയ്യുന്നുണ്ടാവും. ഓനൊരു മനസാക്ഷി കുത്തുണ്ടാവില്ല, ഓനൊരു പ്രയാസം ഉണ്ടാവില്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട്. എന്നാ അതേ വ്യക്തി, ഇതൊരു പോയിന്റാണ്, നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. നിങ്ങൾ ഈ സദസ്സെന്ന് വേണേ ഞാൻ നിങ്ങളെ കൊണ്ട് കൈപൊക്കി. മുജാഹിദ് ആകുന്നതോടുകൂടി, സെലഫി ആകുന്നതിനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു മഹത്വവും ഒരു ഗൗരവവും, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി എനിക്ക് കള്ളുടിക്കാൻ പറ്റില്ല, എനിക്ക് വിചരിക്കാൻ പറ്റില്ല, എനിക്ക് പലിശ കൊടുക്കാൻ പറ്റില്ല എന്നൊരു ബോധത്തിലേക്ക് എന്തേ മാറാൻ കാരണം? അതായത് സമസ്തയിൽ ജീവിച്ചിരുന്ന കാലത്ത് പലിശ കൊടുക്കാൻ മനസാക്ഷി കുത്തുണ്ടായിരുന്നില്ല, അവന് വേറെ പലതും ചെയ്യാൻ ഒരു മനസാക്ഷി കുത്തുണ്ടായിരുന്നില്ല, പല ഹറാമും ചെയ്യാൻ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. കാരണം ഓനറിയാം ഓനെ രക്ഷപ്പെടുത്താൻ കുറെ ഔലിയാക്കളുണ്ട്, ഓനൊരു മനപ്രയാസം ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് ശരിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞു ഉൾക്കൊള്ളുമ്പോ ഓന്റെ ജീവിതത്തിൽ അടി മുതൽ മുടി വരെ മാറുകയാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു സംഭവം പറഞ്ഞുതരാം. ഒരു ഉമ്മ, ഞാനൊരു വീട്ടിലെ എന്റെ ഒരു സുഹൃത്ത് എന്നെ കൊണ്ടുപോവുകയാണ്. ആ സുഹൃത്ത് കൊണ്ടുപോകുന്ന അറിയാം, എന്റെ ഉമ്മ എന്റെ കാര്യം ഓർത്ത് വലിയ ദുഃഖത്തിലാണ്, അതോടൊപ്പം എന്റെ കാര്യം ഓർത്ത് വലിയ സന്തോഷത്തിലാണ്. ഞങ്ങൾ 5 ആൺകുട്ടികളാണ്, അല്ലെങ്കിൽ ഞാൻ മാത്രമാണ് സെലഫി, ബാക്കിയുള്ളവരൊക്കെ സമസ്തക്കാരാണ്. അപ്പൊ എന്റെ ഉമ്മാക്കുള്ള പരാതി ഞാൻ മുജാഹിദായി പോയി എന്നുള്ളതാണ്. അത് നിങ്ങൾ എന്റെ അമ്മനോടൊന്ന് സംസാരിക്കണം. ഞാൻ ആ വീട്ടിൽ ചെന്ന് ഉമ്മാനോട് ഉമ്മ എന്തൊക്കെയാ വിശേഷങ്ങള്, അവ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് എന്റെ ഒരു മോനിങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞു. എന്റെ മക്കളൊക്കെ സമസ്തക്കാരാണ്, ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ മോന് സമസ്തക്കാരനായി ജീവിച്ച കാലത്താണോ നിങ്ങളെ നല്ലോണം നോക്കിയത്, മുജാഹിദായതിനു ശേഷമാണോ നിങ്ങളെ നല്ലോണം നോക്കിയത്? അപ്പൊ ഉമ്മ ചാടിക്കയറി പറയാണ്, സമസ്തയായിരുന്ന കാലത്ത് എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, മുജാഹിദായ പോനോട് ബഹുമാനം കൂടി ആദരവ് കൂടി ഓന്നെ നന്നായി നോക്കണ്ട്. നാ സമസ്തയെന്ന് പറഞ്ഞെടുക്കണ 4 എനിക്ക് വേറുണ്ടല്ലോ, ഓലെന്നെ ജീവിതം ശ്രദ്ധിച്ചിട്ടില്ല, എന്നാൽ എനിക്ക് ഓരോ കാര്യത്തിൽ ദുഃഖമല്ല, ഒരു സമസ്തക്കാരാണല്ലോ. ഇന്റെ മോനെ ഓരപ്പൻ ഉണ്ടായിരുന്ന കാലത്ത് കൃത്യമായിട്ട് നിസ്കരിച്ചിരുന്നില്ല, ഇപ്പൊ നിസ്കരിക്കുന്നുണ്ട്, ഒന്ന് നോമ്പ് വിളിക്കുന്നുണ്ട്, എല്ലാ നല്ല കാര്യവും ചെയ്യുന്നുണ്ട്, ഓനെ താഴെ വീണിട്ടുണ്ട്, നരയാണ്ട മേലെ തുണി എടുത്തിട്ടുണ്ട്, ഓന് ഞാൻ കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളവരൊക്കെ ഉള്ളൂ, ഒക്കെ ശരിയാണ്, എന്നാലും ഓൻ വഹാബിയായി പോയല്ലോ. അവൻ ഞാൻ ചോദിച്ചു, അല്ലമ്മ, ഓൻ സമസ്തയായിരുന്ന കാലത്ത് നിക്കാരം മര്യാദയ്ക്ക് ഇല്ലാത്ത കാലത്ത് നിങ്ങൾക്ക് ഹാപ്പി, ഓൻ നിങ്ങളെ നോക്കിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഹാപ്പി, ഓപ്പം മനുഷ്യനായപ്പോ നിങ്ങൾക്ക് ദുഃഖോ, നിങ്ങളെ ബാക്കി 4 മനുഷ്യനാകാത്തതിൽ സന്തോഷോ, ഓൻ മനുഷ്യനായാലും ദുഃഖോ, ഇതെന്താ അത്താത്താന്ന് ചോദിച്ചു. അപ്പോൾ അത്താത്താക്ക് നേരം വെളുത്തത്
എനിക്കൊരു സക്കാഫി മെസ്സേജ് അയച്ചു. എനിക്ക് ആ മെസ്സേജ് എന്താ പറയുന്നത്? ഡിയർ ബാലുശ്ശേരി. നിങ്ങൾ ആലോചിക്കണം, ഇവരുടെ ഒരു മനസ്സാണ് ഞാൻ പറയുന്നത്. ഡിയർ ബാലുശ്ശേരി, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. നിങ്ങളുടെ അമ്പലത്തിലെ പ്രസംഗം ഞാൻ കേൾക്കാറുണ്ട്. അത് വളരെ മാത്രം തന്നെ. എനിക്കൊരു ദുഃഖം മാത്രം ബാക്കിയുണ്ട്. ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്ന നിങ്ങൾ വഹാബിയായി പോയല്ലോ എന്നൊരു ദുഃഖം. വഹാബി ആയതുകൊണ്ട് അങ്ങനെ കഴിഞ്ഞേ. അതായത് എവിടെങ്ങൾ നോക്കിയോ, സമസ്തേന്ന് മുജാഹിദാകുന്നതിനോട് കൂടെ അവന്റെ ജീവിതം മൊത്തം മാറുകയാണ്. ഓൻ സമസ്തക്കാരനായിരുന്ന കാലത്ത് അറിയേണ്ടതായാണ് ഓൻ മുജാഹിദാകുമ്പോൾ കയറുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് ജീവിച്ച കാലത്ത് അതിന്റെ അർത്ഥം അറിഞ്ഞ് ആശയം അറിഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയത് മുതലുള്ള മാറ്റവും അതിന് മുമ്പ് അത് ഇവിടെ ഇരിക്കുന്നവർക്ക് ഒരുപാട് ആൾക്ക് പരിചയമല്ലേ? സമസ്തയായിരുന്ന കാലത്ത് ദർഗയിലും അവിടെ ഇവിടെ പോയിരുന്ന കാലത്ത് നിങ്ങളുടെ ജീവിത നിലവാരം എന്തായിരുന്നു? ഇവിടെ ഇരിക്കുന്നവര് മനസാക്ഷി ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോ. ഞാൻ പറഞ്ഞല്ലേ ശരി അല്ലേ? ശരിയല്ലേ? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഒറിജിനൽ ഇസ്ലാം ആകണമെങ്കിൽ സലഫിയാകാം. അത് ജീവിതത്തിൽ യുവാക്കളെ ഗൗരവമായി ഇത് മനസ്സിലാക്കണം. വളരെ ഗൗരവമായി നമ്മളിത് മനസ്സിലാക്കണം. നമ്മുടെ ജീവിതം നന്നാകാൻ ശരിക്കുള്ള ഖുർആനും സുന്നത്തിനെയും നമ്മൾ പ്രമാണാക്കണം. ഈ യുവാക്കളോട് പറയാനുള്ളതാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു, അലി ഇബ്നു അബീ ത്വാലിബ്, തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് തുടങ്ങി സഹാബാ കിറാം റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരെല്ലാവരും ഖുർആൻ ശരിക്ക് പഠിച്ചു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ചെറുപ്പക്കാരനായിരുന്നു. അദ്ദേഹം എന്താ പറയുന്നത്? ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് 10 ആയത്ത് പഠിക്കും. ആ 10 ആയത്ത് ഞങ്ങൾ പഠിച്ചാൽ ആ 10 ആയത്ത് അനുസരിച്ച് ഞങ്ങൾ ജീവിക്കും. അത് ഞങ്ങൾ മാതൃകയാക്കും. അത് ഞങ്ങൾ ജീവിതത്തിൽ പകർത്തും. അതിനുശേഷം മറ്റൊന്നിലേക്ക് ഞങ്ങൾ കടന്നിരുന്നുള്ളൂ. നിങ്ങൾ ആലോചിച്ചു, നമ്മൾ പ്രതിദാനം ചെയ്യുന്ന യുവത്തെന്താ? ജീവിതത്തിൽ MSM റാഗിംഗ് നടത്തിയിട്ടുണ്ടോ ഒരാളെ? ഇല്ല. MSM മയക്കുമരുന്ന് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. എല്ലാ അർത്ഥത്തിലും വിദ്യാർത്ഥികൾക്കിടയിലും യുവാക്കൾക്കിടയിലും നമ്മുടെ പ്രോഫ്കോൺ, നമ്മുടെ ഐസക്, നമ്മുടെ സമ്മേളനങ്ങൾ, നമ്മുടെ മതപരമായ കാഴ്ചപ്പാടുകൾ അടിമുതൽ മുടി വരെ ആളുകളെ മാറ്റിമറിക്കുന്നതാണ്. കേരളത്തിൽ ഇന്ന് ജനങ്ങളെ ഏറ്റവും പ്രതീക്ഷയോടുകൂടി കാണുന്നവർ നമ്മളാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്താ യുവാക്കൾ അങ്ങനെ ആകാൻ? യുവാക്കളുടെ ജീവിതത്തിനൊരു ഊടും പാവും ശൈലിയും നമ്മൾ ലോകത്തിന് മുമ്പിൽ അവരുടെ മുമ്പിൽ വെച്ചു കൊടുത്തു. അതിലേറ്റവും പ്രധാനമാണ് ചരിത്രം സൃഷ്ടിക്കുന്നവരാണ് യുവാക്കൾ. യുവാക്കൾക്ക് നാട് നന്നാക്കാൻ കഴിയും. ഒരു പറ്റം യുവാക്കൾ നാട് നന്നാക്കാൻ ഇറങ്ങിയ നാട് നന്നാവും. ഒരു പറ്റം യുവാക്കൾ നാട് കേടുവരുത്താൻ ഉദ്ദേശിച്ചാൽ നാട് കേടുവരും. നാട്ടിലെ യുവത്വം, നിങ്ങൾ ഇപ്പോഴത്തെ യുവത്വം നോക്ക്. എന്തിനാ ഓൻ ജീവിക്കുന്നത്? നിങ്ങൾ ശരിക്കൊരു സ്റ്റഡി നടത്തിയ ഓൻ എന്തിനാ ജീവിക്കുന്നത്? ഓൻ ഇവിടുത്തെ ടെക്സ്റ്റൈൽസ് കയറി കുറച്ച് ടൈറ്റുള്ള ഒരു പാൻസ് എടുത്തിട്ടുണ്ട്. അതിന്റെ ഞൊറിഞ്ഞൊറിയായിട്ടുള്ള പാൻസ് എടുത്തിട്ടുണ്ട്. ഓനെ കുറെ ഭൂതങ്ങളുടെ ചിത്രമൊക്കെയുള്ള ഒരു ടീഷർട്ട് ഇട്ടിട്ടുണ്ട്. ഓന്റെ നെറ്റിമക്കൂടി ഒരു വൃത്തികെട്ട ടവല് കെട്ടിയിട്ടുണ്ട്. ഓന്റെ കയ്യിൽ കുറെ ചരട് വരിഞ്ഞ് കെട്ടിയിട്ടുണ്ട്. ഓന്റെ കയ്യിൽ സ്ട്രൈറ്റ് പോലത്തെ ഒരു മൊബൈൽ ഉണ്ട്. ഇത് ഒഴിച്ചെടുത്തിയ ഓനെ കൊണ്ട് എന്താ ഈ ഭൂമിയിൽ ഉപകാരം? ഞാൻ യുവാക്കളോട് ചോദിക്കണം, എന്താ അങ്ങനെ ഉപകാരം? ഈ ഭൂമിക്ക് ഭാരമാണ് നിങ്ങളിൽ ഒരു ഉപകാരം. ഞാൻ പറയുന്നത്, ഒരു പശുവിനെ, ആ ആലെ കെട്ടിയ പശു 10 ലിറ്റർ പാല് തരുന്നുണ്ട്. ഇവനോ തലേന്ന് കള്ളുടിച്ചിട്ട് കിടക്കയിൽ മൂത്രമൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഉമ്മാക്കോ ഭാര. എന്നിട്ട് ഉമ്മ പറയും, പഹയ, അനക്ക് പകരം 18-ാം പട്ട തെങ്ങ് വെച്ചിരുന്നെങ്കിൽ പഹയ, തേങ്ങ കിട്ടിയായിരുന്നു അമുക്കേ എന്ന് ഉമ്മാക്ക് പറയേണ്ടി വരുമാറ്. എന്തുകൊണ്ട് യുവത്വം കേടുവന്നു? യുവാവൊന്ന് ചിന്തിച്ചോട്ടെ. ഓനെ ആസ്വദിക്കാൻ പറ്റും. അവന് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഉമ്മാക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. കുടുംബത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നാടിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. കഷ്ടപ്പെടുന്നവരുടെ കണ്ണീരൊപ്പിയോ? ഇല്ല. എന്താ നമ്മളെ ആളുകളെ വലിയ വലിയ ക്ലബ്ബുകൾ ഉണ്ടാക്കുക, എന്നിട്ട് അവിടെ കേരം സെലിക്കുക രാവും പകലും അല്ലേ? പശു പുല്ല് തിന്നിട്ട് പിറ്റേന്ന് രാവിലേക്ക് 10 ലിറ്റർ പാൽ അകടില് നിറച്ചു വെക്കുമ്പോ ഓൻ തലേന്ന് കുടിച്ച് ആ പേസ്റ്റും ഓന്റെ മൂത്രവും നാളെ രാവിലെ ക്ലോസറ്റ് തട്ടുക, എന്നിട്ട് ഉമ്മ വെച്ച് തിന്നുക, പിന്നെ ഉച്ചക്ക് വരിക തിന്നുക, എന്നിട്ട് ക്ലബ്ബിൽ പോവുക, അവിടെ കളിക്കുക, അവിടെ നിൽക്കുക, 2 വീലർ എടുക്കുക, അവിടെ പോയിട്ട് പെണ്ണിനോട് കമന്റ് അറിയുക. എന്തിനു പറ്റുവനെ? ഓനെ എന്തിനു പറ്റും? ഈ ഭൂമിയിൽ ഓൻ എന്തിനു പറ്റും? ആലോചിച്ചു നിങ്ങൾ. ഇങ്ങനൊരു സമൂഹം അവിടെ വളർന്നു വരുന്നുണ്ട്. ഒരാടിന്, ഒരു പശുവിന് എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസവും ന്യൂ ഹോപ്പിലെ ഒരു മുസ്ലിമായ മനുഷ്യൻ, അയാൾ ഒരു വലിയ ജ്വല്ലറിയുടെ സെക്യൂരിറ്റി ആയി നിന്നു. പക്ഷെ അയാൾ മദ്യപിച്ചിട്ട് ബോധമില്ലാതെ കിടക്കണം. അപ്പൊ അവിടെ പലതും നടക്കും ആ പ്രദേശത്ത്. അങ്ങനെ ആ മദ്യപാനം നിർത്തി അയാൾ കുറ്റബോധത്തോട് ഇത് പറഞ്ഞപ്പോ ഞാൻ ആ ക്ലാസ്സിൽ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ
ലോകത്തൊരു നായ അതിനെ പാറാവുകാരനായിട്ട് നിർത്തിയാല് അത് കാട്ടായി വിളിച്ച് ബോധം കെട്ടെടുക്കല്ലോ എവിടെങ്കിലും ഒരേല അനങ്ങിയ ചാടി എണീക്കാൻ. ആ നായിന്റെ ഉപകാരം പോലും മനുഷ്യനെ കൊണ്ടുണ്ടോ? ക്ഷമിക്കണം, സത്യല്ലേ പറയുന്നത്? സത്യല്ലേ? ആലോചിച്ചു, ഇവൻ എന്തിനാ ജീവിക്കണത്? ഇവൻ എന്തിനു ജീവിക്കണം? ഒരു നല്ല ഡ്രസ്സ് പോലും നമുക്ക് ഇന്നത്തെ കുട്ടികളെങ്ങനെ കണ്ടറിയോ എന്റെ നിലവാരം എന്താ? നല്ലൊരു വെളുത്ത മുണ്ടും നല്ലൊരു വെള്ളത്തുണിയിട്ട് സാമാന്യം തെറ്റില്ലാത്ത വിധത്തിലുള്ള ഇതിന്റെ ഷർട്ടൊക്കെ ഇട്ടൊരു യുവാവ് പോകണേ നമ്മൾ അവനെ പറ്റി എന്താ പറയാ? തിരക്കേടില്ലാത്തൊരു അത്യാവശ്യം. കാരണം അവന്റെ ഡ്രസ്സ് കണ്ടറിയാം അവൻ സംസ്കാരമുള്ളവനാണോ അല്ലേ. ഡ്രസ്സ് ഒരു വ്യക്തിത്വത്തിന്റെ നിദർശനമാണ്. ഒരു മനുഷ്യനെ തിരിച്ചറിയുന്നതിന് മാനദണ്ഡമാണ്. എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. ഇവിടെ എന്താ? ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്ക്, കാലുമലൊക്കെ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന റഫ് ആൻഡ് ടഫൊക്കെ ധരിച്ചിട്ട് അതൊന്ന് അയക്കണമെങ്കിൽ ഒന്നോന് ടോയ്ലറ്റിൽ വേഗത്ത് പോകണമെന്ന് തോന്നി ഒരു ഓന് ടോയ്ലറ്റിലേക്ക് പാഞ്ഞു കയറണമെങ്കിൽ ഇത് കഴിക്കാൻ പറ്റില്ല. എന്നിട്ട് ഓൻ കിടക്കമലേക്ക് കിടന്നിട്ട് ഉമ്മാനോട് ഒരു മച്ചയെ വലിച്ചൂടി എന്നിട്ട് തള്ളങ്ങനെ വലിച്ചിട്ട് അവസാനത് ഓന്റെ നരിയാൻമ നിങ്ങട്ട് പറഞ്ഞു വരുമ്പോൾ തള്ള പോയി ചുമരുമേൽ തല അടിച്ചിട്ട് മൂപ്പത്തിന് ഹോസ്പിറ്റലിൽ. മനുഷ്യനായ ഒരു ഡ്രസ് ഇടുന്നേരത്ത് പോലും എന്തിന് ഇപ്പൊ മെനയാന്ന് ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോ എന്റെ ഭാര്യ പറഞ്ഞു, ആ ചെറിയോന്റെ പാന്റ് ഇപ്പൊ കഴിഞ്ഞു പോകല്ലോ എന്ന്. ഞാൻ പറഞ്ഞു, മോളെ ഇപ്പൊ അങ്ങനെ തന്നെയാ. അതായത് ഇവിടെ ഇങ്ങനെ തൂങ്ങ, അതായത് ബെൽറ്റ് അടി ഇടുന്നത് ഇവിടെ, ഓന്റെ ചന്തി ഇടുന്നാ തുടങ്ങി ഇവിടുന്ന്, ഓന്റെ പേര് എവിടുന്നാ തുടങ്ങണേ ഔറത്ത് മറിക്കാനാണെന്നാണ് വെപ്പ്. ഓൻ തുടങ്ങണേ കാലിന്റെ മുട്ടുമെന്ന്, ഓന്റെ പാൻസ് തുടങ്ങണേന് അവിടെ. എന്നിട്ട് ഈ കുട്ടികൾ പാമ്പേഴ്സിൽ കാട്ടിച്ച മാതിരി ഇങ്ങനെ തൂങ്ങി നിൽക്കുക. എന്നിട്ട് അതേറ്റ് ഓന് നടക്കാൻ പറ്റില്ല, ഇങ്ങനെ ആക്കുക. വലിച്ച് ആരാണോ എന്നോട് ഇങ്ങനെ ബുദ്ധിമുട്ടാൻ പറഞ്ഞത്? ആരാനോട് ഇങ്ങനെ ആ കുപ്പായൊന്ന് പൊന്തിപ്പോയ അന്നത്തെ കീറലും മുമ്പുള്ളും കാണാം നാട്ടുകാർക്ക് മുഴുവൻ. മനുഷ്യനായിക്കൂടെ? മനുഷ്യൻ കാലുകൾക്ക് ഏതായാലും ഡ്രസ്സില്ല. മനുഷ്യൻ എന്തിനാ ഇടുന്നത്? മനുഷ്യൻ എന്തിനായി ഡ്രസ്സ് ധരിക്കുന്നത്? ഒന്ന് ഗൗരവമായിട്ട് ചെറുപ്പക്കാരെ ആലോചിച്ചാണ്. നല്ലോണം ആലോചിക്കും, നല്ല നിരക്കാലോചിക്കും. ഞാനത് കുറച്ച് ഗൗരവമായിട്ട് പറയണമെന്നറിയോ? ചിന്തിക്കാൻ നമ്മള് മറ്റുള്ളവരെ അനുകരിച്ച് ഒന്നും അല്ലാണ്ടായി പോയത്. നമ്മൾ മനുഷ്യരായി ജീവിക്കുക, ബാക്കിയുള്ളവൻ എങ്ങനെയും ജീവിച്ചോട്ടെ. ഇവിടെ ഏതൊരു സിനിമയിൽ ഏതൊരു ശൈലി സ്വീകരിച്ചാലും അത് അപ്പടി നടപ്പാക്കാൻ കുറെ മുസ്ലിങ്ങൾ. കാരണം എന്താ? ബാപ്പ ഗൾഫിൽ നിന്ന് അധ്വാനിച്ച് ഒരുപാട് ലക്ഷങ്ങളുണ്ട്, കോടികളുണ്ട്. അത് തൊലക്കാണ്, ദൂർത്തടിക്കാണ്, അനാവശ്യമായി ചെലവഴിക്കാണ്. അത് ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്ന ഇവിടൊക്കെ ക്ലബുകളിൽ, ഭക്ഷണശാലകളിൽ, അല്ലേ, മദ്യശാലകളിൽ, മയക്കുമരുന്ന് വാങ്ങുന്നിടത്ത്, അല്ലേ? നിങ്ങൾ ചിന്തിക്കുക, ഈ യുവത്വത്തെ രക്ഷപ്പെടുത്താൻ കർമ്മനിരതമായ ഒരു യൗവനം ഉണ്ടാകാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്? അത് നമ്മൾ ആലോചിക്കണം. ഈ ഉമ്മത്ത് നന്നായതെങ്ങനെ? ഒരുപാട് യുവാക്കൾ അറേബ്യയിൽ ഉണ്ടായിരുന്നല്ലോ. അവര് അള്ളാനെ ശരിക്കും പഠിച്ചു, പടച്ചോനെ ശരിക്കും അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അള്ളാനെ കണക്കാക്കേണ്ട രൂപത്തിൽ അവർ കണക്കാക്കിയിട്ടുണ്ടായിരുന്നില്ല. ആ അള്ളാനെ ശരിക്കും അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുത്തപ്പോ അവർക്ക് പടച്ചോനെ ഭയപ്പാടുണ്ടായപ്പോ അല്ല നമ്മളെ സദാ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ബോധം അവർക്ക് ഉണ്ടായപ്പോ അവർ രഹസ്യമായും പരസ്യമായും നന്നാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഒരു യുവതി ചുറ്റും കറുത്ത് തമോമയമായി ഇരുൾമുറ്റും ഇരവിതിൽ ഏകാഗിയാണ് ഞാൻ. എന്റെ ഭർത്താവ് പട്ടാളത്തിലാണ്. എന്റെ ആട്ടുകെട്ടിൽ ഞാനൊരു പുരുഷനെ ഇരുത്തി എന്റെ കട്ടിൽ ആട്ടുമായിരുന്നു. പക്ഷേ ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നത് കൊണ്ട് ഈ ഇരുണ്ട കാളയ രാത്രിയിലും ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നത് കൊണ്ട് ഞാൻ മറ്റൊരു പുരുഷനെയും എന്റെ ബെഡിലേക്ക് കയറ്റി നിർത്തില്ല. എന്റെ റബ്ബ് പതിസ്ഥാനത്തിരുന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധ്യം അവരെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർ പടച്ചോനെ പേടിച്ചു. അള്ളാഹ് കാണുന്നുണ്ട്. എന്റെ എല്ലാ വാക്കും അള്ളാഹു രേഖപ്പെടുത്തുന്നുണ്ട്. അതെല്ലാം കാണാൻ മൈസറയിൽ എന്റെ മുമ്പിൽ കൊണ്ടുവരപ്പെടും എന്ന ബോധ്യം. ആ ബോധ്യമാണ് നിങ്ങൾക്ക് മനസ്സിലാകണം. ഞാൻ ഒന്നോട് പറയാം, ഗൾഫ് രാജ്യത്ത് പോയിട്ട് മടങ്ങി വരുന്ന കുറെ ആളുകൾ സെൽഫികളായിട്ട് മടങ്ങി വരും. യുഎയിലായാലും സൗദിയിലായാലും ഖത്തറിലായാലും ബഹ്റൈനിലായാലും കുവൈറ്റിലായാലും. ഇപ്പൊ കുവൈത്തിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ
ദീന് പഠിച്ചിട്ട് തിരിച്ചു പോരെ. കാരണം എന്താ, 13-ലധികം പള്ളികൾ ഒരു അറബ് രാജ്യത്ത് മാതൃഭാഷയിൽ, ട്രാൻസ്ലേഷൻ പോലുമല്ല, കേരളത്തിൽ നടക്കുന്ന പോലെ 13 പള്ളികളിൽ മുജാഹിദുകൾ ഖുത്ബ നടത്തുന്നു. പച്ച മലയാളത്തിൽ 1000-ഓളം ആളുകൾ പങ്കെടുക്കുന്ന പള്ളികളുണ്ട് അവിടെ. അപ്പൊ 13 പള്ളി ഒന്ന് സങ്കല്പിച്ചു നോക്കി. ആ 13 പള്ളികളിൽ മലയാളികൾ ഖുത്ബ കേൾക്കുകയാണ്. അവർ ജീവിതം ഉൾക്കൊള്ളുകയാണ്. അവർ ഭാര്യയെ വിളിച്ചു പറയാണ്, എന്ത്, നീ മാറ് മറയ്ക്കണം, പർദ്ദ ധരിക്കണം, നിക്കാബ് ധരിക്കണം, നീ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കണം, സിനിമയും സീരിയലും ഒഴിവാക്കണം എന്നൊക്കെ ഭർത്താവ് ഇവിടുന്ന് വിളിച്ചു പറയാണ്. അപ്പോ ഭർത്താവ് അവിടെ പോയിട്ട് മാറുകയാണ്. ഈ മാറ്റം എന്തുകൊണ്ട് അവിടെ ഉണ്ടായി? ആരും ഇവിടുത്തെ പോലെ എതിർക്കൂല. ഇവിടെ പോലെ മുജാഹിദ് സദസ്സ് പോയിരുന്നാൽ ഉസ്താദ് കാണും, നാട്ടുകാര് കാണും, മഹൽ എന്ത് പറയും. അറബ് നാട്ടിലതില്ല. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നെറ്റിലൂടെ, വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, പല സംവിധാനങ്ങളിലൂടെ, ബൈലക്സ് മെസ്സഞ്ചറിലൂടെ ആളുകൾ ദീന് കേട്ടുകൊണ്ടിരിക്കുന്നു. ആളുകൾക്ക് ദീന് മനസ്സിലാകുന്നു, ആളുകൾ ദീൻ ഉൾക്കൊള്ളുന്നു, അതിനനുസരിച്ച് ആളുകൾ ജീവിക്കുന്നു. അപ്പൊ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നിങ്ങൾ ചിന്തിച്ചു നോക്ക്, 16 വയസ്സുള്ളപ്പോഴാണ് ബാപ്പാനോട് എന്റെ പൊന്നുപ്പ എന്ന് വിളിച്ചിട്ട് ദേവത്തെടുത്തുമ്പോ ഇബ്രാഹിം നബി ചെറിയ പ്രായക്കാരനാണ്. ഇബ്രാഹിം നബി ബാപ്പാനോട് പറയുന്ന ബാപ്പ, നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടില്ലാത്തൊരു ഇൽമ്, ഞങ്ങൾ വിസ്റ്റൺ ഗ്ലോബൽ ഇസ്ലാമിക് മിഷനും പറയുന്ന അതാണ്, ഈ നാട്ടിലെ ജനങ്ങൾക്ക് കിട്ടിയിട്ടില്ലാത്തൊരു ഇൽമ്, ഖുർആനിന്റെ തനതായ ഇൽമ്, ഹദീസിന്റെ തനതായ ഇൽമ്, ഇസ്ലാമിന്റെ തനതായ ഇൽമ്. ആ ഇൽമ് നമുക്ക് വന്നെത്തി. ആ ഇൽമ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. നമ്മൾ എന്തെല്ലാം അന്ധവിശ്വാസങ്ങൾ, എന്തെല്ലാം അനാചാരങ്ങൾ, എന്തെല്ലാം വൈകൃതങ്ങൾ നടക്കുന്ന ഒരു നാട്ടിൽ നമ്മൾ ജീവിക്കുന്നത്. 2 കഷ്ടം പശുവിറച്ചി തിന്നോനെ ചുട്ടു കൊല്ലുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. 2 കഷ്ടം പശുവിറച്ചി തിന്നവനെ, അതായത് പശുവിറച്ചി തിന്നോനെ 70 കിലോ, പശുവിറച്ചി തിന്നോൻ 90 കിലോ, ഓന്റെ 90 കിലോ ശരീരം അഗ്നിക്കിരയാക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. 2 കഷ്ടം 50 ഗ്രാം പശുവിറച്ചി തിന്നതാ കുഴപ്പം. ഇത് പശുവിറച്ചി തിന്നുന്നവർ ചിലപ്പോ 70 കിലോ 80 കിലോ ഉള്ള ഒരുത്തനായിരിക്കും. ഓനെ പച്ചക്ക് ചുടുന്നതിൽ കുഴപ്പമില്ല, 2 കഷ്ടം ഇറച്ചി തിന്നാൻ പാടില്ല. അപ്പൊ ആ സമൂഹം അവർക്ക് അറിവില്ലാത്തതുകൊണ്ടാണ്. അവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്. ഇസ്ലാമിന്റെ അറിവെന്താണ്? ഇസ്ലാം ആ രംഗത്ത്, ഞാൻ പറയുന്നത് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഏറിയ ബാധ്യതകളുണ്ട്, വമ്പിച്ച ബാധ്യതകളുണ്ട്. നൂഹ് നബിയുടെ കാലത്തും, ഇബ്രാഹിം നബിയുടെ കാലത്തും, മൂസാ നബിയുടെ കാലത്തും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തൊക്കെ ഉള്ള പോലെ ഒരു ജനത ഈ നാട്ടിലുണ്ട്. അവർക്ക് എന്താ ദൈവവിശ്വാസം അറിഞ്ഞുകൂടാ. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു ഭാഗത്തെ നമ്മൾ ചോദിക്കുക, അല്ല ബാലേട്ടാ, 2 കഷ്ടം പശുവിറച്ചി തിന്നോനെ ഓന്റെ ശരീരം മൊത്തം ചുടുന്നതിന്റെ മതം എന്താ ഒന്ന് ചോദിച്ചു നോക്ക്. മനുഷ്യനൊരു വിലയില്ലേ? ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് 2 കഷ്ടം ഇറച്ചി വെട്ടിയിട്ട് തിന്നാണെങ്കിൽ ഓനെ നമ്മൾ നരഭോജി എന്നല്ല വിളിക്കുക. ഒരു മനുഷ്യനെ മൊത്തം ചുട്ടുകരിക്കുക 2 കഷ്ടം പശുവിറച്ചിക്ക് വേണ്ടി. ഈ സമൂഹത്തെ ചിന്തിപ്പിക്കാൻ നമ്മൾ ഉണ്ടാവണം. കാരണം അള്ളാഹുവിന്റെ ദീനിൽ മനുഷ്യനാണ് പ്രധാനം, ജന്തുവിനല്ല. ഹൈന്ദവ സിദ്ധാന്ത പ്രകാരം മനുഷ്യനേക്കാൾ മൂല്യം പശുവിനാണ്. അത് അവരെ ബോധവൽക്കരിക്കണം. അത് നിങ്ങളുടെ തെറ്റായ ധാരണയാണ്, അത് ശരിയായ ധാരണയല്ല, അത് വേദഗ്രന്ഥത്തിലുള്ളതല്ല. വേദഗ്രന്ഥം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല എന്ന് സ്നേഹത്തോടുകൂടി അവരെ പഠിപ്പിക്കേണ്ടവരാ നമ്മൾ. ഈ രാജ്യത്ത് നടക്കുന്ന പല വിഷയങ്ങളിലും ഇടപെടേണ്ടവരാ നമ്മൾ. നമ്മുടെ സമുദായം അതിൽ ഇടപെട്ട് പ്രതികരിക്കേണ്ടവരാ നമ്മൾ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു, കേരളത്തിൽ ചുംബന സമരം നടന്നു, ഒരുപാട് യുവാക്കൾ നടന്നു. അന്ന് ഈ ഉള്ളവൻ നടത്തിയിട്ടുള്ള 2-3 പ്രസംഗങ്ങൾ ഉണ്ടായിരുന്നു. അത് മുഴുവനും അതുപോലെ ഈ കേരളക്കരയിലുണ്ടായി അല്ലേ? നിങ്ങൾ ആലോചിച്ചു, രാഹുൽ പശുപാലൻ, ഓൻ പശുപാലനല്ല, ശരീരപാലകനാണ്. ചെറിയ കുട്ടികളുടെ ഇറച്ചി പരിപാലിക്കുക. അപ്പൊ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, 2 കഷ്ടം ഇറച്ചി തിന്നുള്ള അവിടുത്തെ വിവാദം. ബോംബെ തെരുവിൽ സ്ത്രീകളുടെ ഇറച്ചി പച്ചക്ക് വിൽക്കുന്നത്, അത് കണ്ടോൻ ആസ്വദിക്കുന്നത്, എന്നിട്ട് ഓലെ വേശ്യാ തെരുവിലേക്ക് പറഞ്ഞേക്കുന്നത്. ആ മാംസത്തീറ്റിയെ കുറിച്ച് ഒരക്ഷരം ഇന്ന് വരെ ഈ ആളുകൾക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? വേശ്യാ തെരുവിൽ പെണ്ണിന്റെ മാംസം കണ്ടോ കടിച്ചു വലിക്കണേ. 13-12 വയസ്സുള്ള കുട്ടികളെ കൊണ്ടുപോയി ഈ രാഹുൽ പശുപാലിനെ പോലെയുള്ളവർ വേശ്യാലയത്തിൽ കൊണ്ടുപോയവരെ കേടുവരുത്തുന്നു. അതിനെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ പറയുന്നതായിട്ട് നമ്മൾ വിചാരിക്കുന്നത് ഇറച്ചി ഇന്നലെ മാത്രം പാപം, ബാക്കിയുള്ളതൊക്കെ ഇന്ത്യ രാജ്യത്ത് പത്തിയാണ്. വ്യഭിചാരവും കള്ളുടിക്കലും കൊല്ലലും മയക്കുമരുന്നൊന്നും ഈ രാജ്യത്തിന് പ്രശ്നമല്ല. ആരെങ്കിലും പശുവിറച്ചി തിന്നുന്നോ ഓനെ ഞങ്ങൾ വെച്ചേക്കൂല. ആലോചിച്ചു നോക്കണം. അതുകൊണ്ട് ഈ വിവരക്കേടിനെ
ശരിക്ക് ട്രീറ്റ് നടത്തേണ്ടവരാ നമ്മൾ. ഇതൊരു മഹാവിവരക്കേടാണ്. അറിവുള്ളവരും അറിവില്ലാത്തവരും സമാവൂല. അറിവില്ലായ്മയെ ട്രീറ്റ് ചെയ്യേണ്ടവരാണ് നമ്മൾ. അറിവില്ലായ്മ, ഗുരുതരമായ അറിവില്ലായ്മ, അവരെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. നമ്മൾ ആലോചിച്ചു നോക്ക്, ചുംബന സമരം അവസാനം ഇവിടെ എത്തി എല്ലാവർക്കും അറിയാം. കേരളത്തിലെ പത്രകോളങ്ങളായ കോളങ്ങളെല്ലാം നിരത്തി വലിയ കാര്യമായിട്ട് അതിനെ പ്രശംസിച്ചവരും അതിനെ അംഗീകരിച്ചവരും അതിനൊത്താശ പാടിയവരും ഇന്ന് മാളത്തിലേക്ക് ഒളിച്ചു. എന്താ കാരണം? അത്ര വൃത്തികെട്ട കഥയാണ് അവരുടേത്. സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊടുക്കുക, സ്വന്തം ഭാര്യയെ അന്യന്റെ കിടപ്പറയിൽ പണയം വെക്കുക, എന്നിട്ട് സ്വന്തം ഭാര്യയുടെ ശരീരം ഫോട്ടോ എടുക്കുക, അത് നാട്ടുകാർക്ക് കാണിക്ക വെക്കുക. അങ്ങനെ വൃത്തികെട്ട ജന്മം. അതാണ് രാഹുൽ പശുപാലൻ. ഓനക്ക് ഒത്താശ പാടിയവരില്ലേ, ഓനക്ക് ചാനൽ കൊണ്ട് സൽക്കരിച്ചവരില്ലേ, അവർ രാജ്യദ്രോഹികളാണ്, അവർ മാനവികതയുടെ എതിരാളികളാണ്, അവർ മനുഷ്യത്വത്തിന്റെ എതിരാളികളാണ്. അല്ലേ? ശരിക്കും നിങ്ങൾ ആലോചിച്ചു ലോകത്ത് നടന്നത് ഇപ്പൊ എന്താ? മുസ്ലിം സമുദായത്തെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ലിംഗസമത്വത്തെ കുറിച്ചുള്ള ചർച്ചയാണ് യുവാക്കൾക്കും യുവതികളിലും. എന്താ ലിംഗസമത്വം? ലിംഗസമത്വവും ലിംഗനീതിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ലിംഗസമത്വം എന്ന് പറയുന്നത് മാനവികമല്ല. നിങ്ങൾക്കറിയാം, പന്നീർ പുഷ്പത്തിൽ നിന്ന് ആരെങ്കിലും ജമന്തി പ്രതീക്ഷിക്കോ? പ്ലാവിന്റെ അടുത്ത് പോയിട്ട് 1 കിലോ മാങ്ങ ആരെങ്കിലും പ്രതീക്ഷിച്ചു? പ്ലാവില് ചക്ക ഉണ്ടാവും, മാവില് മാങ്ങ ഉണ്ടാവും, ഓരോന്നിനും ഓരോ ധർമ്മമുണ്ട്. പന്നീർ പുഷ്പത്തിൽ നിന്ന് പന്നീർ പുഷ്പം കിട്ടും, 10 മണിമുല്ലേന്ന് 10 മണിമുല്ല കിട്ടും. 10 മണിമുല്ല ഖിയാമത്ത് നാൾ വരെ പന്നീർ പുഷ്പത്തെ ഉത്പാദിപ്പിക്കുമോ? പെണ്ണ് പെരുവിരൽ മുതൽ ശിരസ് വരെ പെണ്ണ. ലിംഗസമത്വം. ഓനൊന്ന് പ്രസവിക്കട്ടെ, ഈ പറയുന്നവര് പ്രസവിക്കാൻ കഴിയോ? പാലൂട്ടാൻ കഴിയോ? നിങ്ങളോടൊക്കെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ.